ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവമാതാവിന്റെ ജനനത്തെക്കുറിച്ച് തന്നെയാണ്. ആരായിരുന്നു ദൈവമാതാവിന്റെ മാതാപിതാക്കൾ, എങ്ങനെയായിരുന്നു മാതാവിന്റെ ജനനം എന്നുകൂടി നമുക്കൊന്ന് അറിയാം. പരിശുദ്ധ മാതാവിന്റെ മാതാപിതാക്കൾ വിശുദ്ധരായ അന്നയും യോവാക്യമും ആയിരുന്നു. ജ്ഞാനത്തിന്റെ ഉറവിടമായിരുന്നു അന്ന. അതേപോലെ തന്നെ ദാവീദിന്റെ വംശത്തിൽ ജനിച്ച നീതിനിഷ്ഠനും ജ്ഞാനിയുമായിരുന്നു യോവാക്യം. ഇരുവരും അവരുടെ കുടുംബജീവിതത്തിൽ വളരെ ഏറെ സന്തുഷ്ടരായിരുന്നു. സ്നേഹത്തിലും പരിശുദ്ധിയിലും കഴിഞ്ഞിരുന്ന അവരുടെ ഒരേ ഒരു വിഷമം അവർക്കൊരു കുഞ്ഞില്ലാത്തതായിരുന്നു. എക്കാലത്തെയും പോലെ അവർ ജീവിച്ചിരുന്ന സമൂഹത്തിലും ഒരു കുഞ്ഞില്ലാത്തവരെ ശപിക്കപ്പെട്ടവരും ദൈവത്തിന്റെ കരുണയില്ലാത്തവരും എന്ന് കരുതുന്ന ഒരു സമൂഹത്തിലായിരുന്നു. ഈ വിഷമങ്ങൾ സഹിക്കാനാവാതെ യോവാക്യം തീരുമാനിച്ചു മലമുകളിൽ ചെന്ന് ഉപവസിച്ചു പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അന്നയും ഭവനത്തിലിരുന്ന് ഉപവസിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഗബ്രിയേൽ മാലാഖ ഇരുവർക്കും പ്രത്യക്ഷപ്പെട്ടു, പ്രഖ്യാപിച്ചു, നിങ്ങൾക്കൊരു പുത്രി ജനിക്കും, ആ കുഞ്ഞിനെ നിങ്ങൾ മറിയം എന്ന് വിളിക്കണം. ദൂതൻ പ്രഖ്യാപിച്ചതുപോലെ തന്നെ നസറേത്ത് എന്ന പട്ടണത്തിൽ ദൈവമാതാവിനെ പ്രസവിച്ചു അന്ന. ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, അന്നയുടെ പ്രസവ സമയത്ത് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും അന്നയുടെ ഹൃദയം തുള്ളിച്ചാടി ആനന്ദത്തോടെ ആഹ്ലാദിച്ചു എന്ന്. ദൈവം തന്ന ഈ ദാനത്തിനെ ദൈവത്തിന് തന്നെ നൽകാം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ 3 വയസ്സ് വരെ അവർ ആ കുഞ്ഞിനെ ലാളിച്ചു, സ്നേഹിച്ചു. 4 വയസ്സ് തൊട്ട് ഔസേപ്പിതാവ് വിവാഹം കഴിക്കുന്നത് വരെ പരിശുദ്ധ മാതാവ് യഹൂദ പാരമ്പര്യമനുസരിച്ച് ദേവാലയത്തിൽ തന്നെ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തു. സമാധാനത്തിലൂടെ, പരിശുദ്ധിയോടെ, പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിഞ്ഞ് മാതാവ് ജീവിച്ചു. നമ്മൾ അറിയേണ്ട ഒരേ ഒരു കാര്യം, ദൈവവിശ്വാസികൾക്ക് കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങൾ കഴിയുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അതിന് ഒരു അളവുകളും ഉണ്ടാവില്ല. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് അന്നയും യോവാക്യമിനും ദൈവം നൽകിയത് ലോകരക്ഷകനെ നമുക്ക് നൽകിയ പരിശുദ്ധ മാതാവിനെ തന്നെയായിരുന്നു. ഈ 8 നോയമ്പിന്റെ വേളയിൽ നമുക്ക് ദൈവമാതാവിന്റെ മാധ്യസ്ഥം യാചിക്കാം. നമ്മൾ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ധാരാളമായ അനുഗ്രഹം ഉണ്ടാകട്ടെ.